നമുക്ക് ഗുരുവായൂരിലേക്കൊന്ന് പോയാലോ? അവിടെ ഏകാദശിയാണ് ഇന്ന്. ഏകാദശി വ്രതം നോറ്റ് ആയിരങ്ങളാണ് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ഗുരുവായൂരിൽ എത്തിയിരിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഏകാദശി ആഘോഷം. ഇന്നലെ പുലർച്ചെ 3 തുറന്ന ക്ഷേത്രനട നാളെ രാവിലെ 9 മാത്രമേ അടയ്ക്കൂ. ഇന്ന് അർദ്ധരാത്രിയോടെ ദ്വാദശി സമർപ്പണ ചടങ്ങ് നടക്കും. 9 മണിയോടെ ഏകാദശി ഊട്ട് ആരംഭിക്കും. ഗുരുവായൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ജെയ്സനും ഏകാദശി വ്രതത്തിലാണോ? ഈ ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വീട്ടമ്മമാരും ഭക്തരുമൊക്കെ ഈ ഏകാദശി വ്രതം നോറ്റിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ എങ്ങനെയാണ്? നല്ല തിരക്കുണ്ടോ? ഇന്നലെ തുടർന്ന നടയാണ്. ഇന്നലെ രാത്രിയിലും അടച്ചിട്ടില്ല, ഇന്ന് രാത്രിയിലും അടയ്ക്കില്ല. വലിയ നോമ്പ് നോറ്റ് വ്രതശുദ്ധിയോടുകൂടിയാണ് വരുന്നത്. ജെയ്സനെ കാണുമ്പോൾ തന്നെ ശബരിമലയിലേക്കും പോകാനുള്ള മാലയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഭക്തൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയാണ് ജെയ്സൺ ഏകാദശിയുടെ മുന്നിൽ നിൽക്കുന്നത്. പറയൂ, എന്തൊക്കെയാണ് ഏകാദശി വിശേഷങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തികച്ചും വലിയ ആത്മീയമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. നാം എവിടെയാണ് ചെല്ലുന്നത് ആ അന്തരീക്ഷത്തിനോട് ഇഴുകിച്ചേരുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം കറുപ്പെടുത്ത് മലയിലേക്ക് പോകും. ഗുരുവായൂരിലേക്ക് വരുമ്പോൾ പ്രധാനമായും വലിയ രീതിയിലുള്ള വിശ്വാസം. കഴിഞ്ഞ കുറേ നാളുകളായി ഏകാദശി വ്രതം എടുത്തു വരുന്നവരാണ് ഒട്ടുമിക്ക ആളുകൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാം ഇതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഇവിടുത്തെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററൊക്കെയായി വിരമിച്ച ഗുരുസ്വാമി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ താഴെ കമൻറ്റ് വരും, എന്താണ് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പറയാത്തത്, അതിൻ്റെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയാത്തത് നടക്കുമുള്ള ഒരു ചോദ്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ നല്ലത്? അതെ, തീർച്ചയായിട്ടും നേരിട്ട് ചോദിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ജെയ്സൺ ചോദിച്ചാൽ മതി. ജെയ്സൺ ചോദിച്ച പ്രേക്ഷകരെ അറിയിച്ചാൽ മതി. ഏകാദശി വ്രതത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്? ഓക്കെ, ഏകാദശി എന്താണ്? ഏകാദശി. നമസ്കാരം. ഗുരുവായൂർ ഏകാദശി ഇന്നാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി. അതാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിച്ചു വരുന്നത്. രുക്മാംഗതപക്ഷ ഏകാദശി എന്നും ഇതിനെ പറയാറുണ്ട്. അതാണ് ഗുരുവായൂരിലെ വിശേഷം. അതുമാത്രമല്ല, ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഗുരുവായൂരിൽ വരുന്ന ദിവസമാണെന്ന്. അതാണ് ഏകാദശി ദിവസമാണ് ഏറ്റവും കൂടുതൽ. ഏകാദശി എന്ന് പറയുമ്പോൾ 3-4 കാര്യം. ഗുരുവും വായുവും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തിയ ദിനം, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിനം, ഇങ്ങനെ ഒരുപാട് കുറേ ഐതിഹ്യങ്ങളുണ്ട്. അതിലൊരെണ്ണം വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പൂജ നടത്തിയപ്പോൾ അതിൽ കുപിതനായ ദേവേന്ദ്രൻ 7 ദിവസം മഴ പ്രളയമഴ പെയ്ച്ച് ഗോകുലവാസികളെയൊക്കെ ബുദ്ധിമുട്ടിച്ചു. സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വിരൽ കൊണ്ട് വൃന്ദാവനം ഈ ഗോവർദ്ധന മല പൊക്കിപ്പിടിച്ച് ഗോകുലവാസികളെയും ഗോക്കളെയൊക്കെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞ് എല്ലാ മഴയും പെയ്തിറങ്ങിയപ്പോൾ അഹങ്കാരം ശമിച്ച ദേവേന്ദ്രൻ ദേവലോകത്തു നിന്ന് കാമധേനു എന്ന ദിവ്യമായ പശുവിനെയും കൊണ്ടുവന്ന് ഭഗവാന് ഗോവിന്ദാഭിഷേകം ചെയ്തു പാലുകൊണ്ട്. അത് ആ ദിവസം ഈ ദിവസമാണ്, ഈ ഏകാദശി ദിവസമാണ്. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നും പാലഭിഷേകത്തിന് പ്രത്യേകതയുണ്ട്. പാലഭിഷേകം ഒരു പ്രധാനമായിട്ടാണ്. ഈ ദിവസം ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട ഇത് ഇങ്ങനെ പല കാര്യങ്ങളും കൂടി ഇതാണ്. പിന്നെ പ്രതിഷ്ഠാദിനമാണോ ഈ ഗുരുവായൂർ? പ്രതിഷ്ഠാനം ഒന്നും പറയുന്നില്ല. ആദിശങ്കരാചാര്യ സ്വാമികളും നാരദ മഹർഷിയും കൂടെ ആകാശഗമനം ചെയ്യുമ്പോൾ ഇവിടെ ഈ ക്ഷേത്രങ്ങളിലൂടെ കടന്നു പോകാൻ സമയം ഇടയായി. അപ്പോൾ അദ്ദേഹം നാരദ മഹർഷി താഴ്ന്ന് അവിടെ വന്ന് ഇറങ്ങി വന്ദിക്കാൻ ശ്രമിച്ചു. അതേസമയത്ത് ശിവൻ്റെ അവതാരമായ ശങ്കരാചാര്യർക്ക് ഒരു ശങ്ക തോന്നി, ഇറങ്ങണമെന്ന്. പെട്ടെന്ന് അദ്ദേഹം താഴെ വീണ് ഇവിടെ കിടന്ന് അദ്ദേഹം അവശനായി. അങ്ങനെ ഇവിടെ 41 ദിവസം ഇവിടെ ഭജനം ചെയ്ത് ഇവിടുത്തെ പൂജാവിധികളും ഒക്കെ ചിട്ടപ്പെടുത്തി. ആ സംഭവം ഉണ്ടായത് ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണെന്നാണ്. അതിനുവേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ അദ്ദേഹം നിലം പതിച്ച സ്ഥാനം പ്രത്യേകം അടയാളപ്പെടുത്തി അവിടെ എത്തുമ്പോൾ ശിവയിലയുടെ 3ാമത്തെ പ്രദർശനം അവിടെ എത്തുമ്പോൾ വാദ്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വീണ്ടും തുടങ്ങുന്ന ചടങ്ങ് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ? ഇപ്പോൾ ഇന്നലെ പുലർച്ചെ നട തുറന്നാൽ നാളെ രാവിലെ നട അടയ്ക്കും. അതിനിടയിലുള്ള പ്രധാന ചടങ്ങുകൾ രാവിലെ നിർമ്മാല്യ ദർശനം 3 മണിക്ക്, പിന്നെ എണ്ണ അഭിഷേകം, പിന്നെ വാഗച്ചേർത്ത് ആ എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ വാഗപ്പൊടി ഇട്ട് അതിനെ കഴുകി അതൊരു തീർത്ഥാണ്, വളരെ ഔഷധവീര്യമുള്ളൊരു തീർത്ഥാണ്. അത് കഴിഞ്ഞ ഭഗവാൻ അലങ്കാരം, മലന് നൈവേദ്യം, അത് കഴിഞ്ഞ ഉഷപ്പൂജ, രാവിലെ ഉഷപ്പൂജ ആദ്യത്തെ നൈവേദ്യമാണ്. അത് കഴിഞ്ഞാൽ ഉഷപ്പൂജ കഴിഞ്ഞാൽ നടയടച്ച് നട തുറന്ന് അതിൻ്റെ പൂജ കഴിഞ്ഞാൽ ശിവേലി, ആ ശിവേലി കഴിഞ്ഞാൽ പാലഭിഷേകം കഴിഞ്ഞാൽ പന്തിരടി പൂജ,
പന്തീരട്ടി പൂജ കഴിഞ്ഞ ഉച്ചപൂജ പിന്നെ വീണ്ടും വൈകുന്നേരം ശിവേലി ശിവേലിയോട് കൂടിയാണ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ അത്താഴ ശിവേലി. അത് വിളക്കത്തോടു കൂടിയാണ്. ഏകാദശി വിളക്ക് വളരെ പ്രസിദ്ധമാണ്. പുറത്തേക്ക് എഴുന്നള്ളിപ്പ് രാവിലെയാണ്. രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പുറത്തേക്ക് ഒരു ആനപ്പുറത്ത് ഇന്ന് പോയിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. സമർപ്പണ ചടങ്ങ് എന്താണ്? ദ്വാദശി രാവിലെ ദ്വാദശിപ്പണ സമർപ്പണം, അതാണ് പ്രധാനം. ഓക്കെ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ചെറിയ ശബ്ദ തടസ്സമുണ്ട് ജേസൺ. അവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വലിയ തിരക്കാണ്. സാധാരണ ഈ ഏകാദശി വ്രതത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയൂ. നമ്മൾ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏകാദശി വ്രതം നോറ്റ് ഗുരുവായൂരിലേക്ക് വരുന്ന ഭക്തജനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പലരും പല രീതിയിലാണ് ഏകാദശി വ്രതം നോക്കുന്നത് പല നാടുകളിൽ. എന്താണ് യഥാർത്ഥത്തിലുള്ള ഏകാദശി വ്രതം എന്നുള്ള ആശയം, അതൊന്ന് പറയാമോ എന്ന് ചോദിക്കൂ. ശുദ്ധോപതാംസം വേണം, ഒന്നും കഴിക്കാൻ പാടില്ല. തീർച്ചയായും ഏകാദശി ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകാദശി വ്രതം എന്ന് പറയുന്നത് എന്താണ്? ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ മാസത്തിലെ എല്ലാ മാസവും ഏകാദശിയുണ്ട്. 2 ഏകാദശി വരും. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി. അതാണ് ഇവിടെ ഗുരുവായൂർ ആചരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് ഉപവാസം എന്ന് പറയും. സദാ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഈ അമ്പല പരിസരത്ത് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. സാധാരണ ഈ തീർത്ഥം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ അഭിഷേകം കഴിച്ച് പ്രസാദം കഴിച്ചതിന് ശേഷം ഈ ദ്വാദശിപ്പണ സമർപ്പണം കൂടി കഴിഞ്ഞതിന് ശേഷമേ ആഹാരം കഴിക്കാവുള്ളൂ. അതിനുവേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നവർക്കൊക്കെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഏകാദശി ദിവസം അരിഭക്ഷണം കഴിക്കാൻ പാടില്ല. അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ഗോതമ്പ് ഭക്ഷണമാണ്. അത് ഇവിടെ ദേവസ്വം തന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതാണ് അന്ന് ഏകാദശി കഴിയുന്നതും പട്ടിണി ഇരുന്ന് ഈ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. രാത്രി ഏകാദശി വിളക്ക് അത് പ്രധാന തൊഴണം. ഇതൊക്കെയാണ് സാധാരണ. അരുൺകുമാർ, ഇപ്പോൾ അവിടെ ശിവേലി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് നല്ല തിരക്കാണ് അരുൺകുമാർ. ഇപ്പോൾ ശിവേലി ക്ഷേത്രത്തിനകത്ത് ശിവേലി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ പുറത്തേക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഏകാദശിയുടെ എല്ലാ ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ആഘോഷത്തിനുമപ്പുറത്തൊരു ജീവിതത്തിൻ്റെ വലിയ ഒരു പൂർത്തീകരണം എന്ന രീതിയിലാണ് ഭക്തർ ഇവിടേക്ക് വരുന്നത്. വലിയ രീതിയിലുള്ള ഉപവാസമെടുത്ത് ദിവസങ്ങളോളം ഉപവാസമെടുത്ത് ഇന്ന ദിവസം അരിഭക്ഷണം പോലും കഴിക്കാതെ ഭഗവാനെ കാണുന്നതിന് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ ജപം നടത്തുന്നതിന് വേണ്ടിയൊക്കെ എത്തുന്ന നൂറുകണക്കിന് ആളുകൾ ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നാളെ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ടോ ദർശനത്തിന്? ഇന്ന് പ്രത്യേകിച്ച് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും. കാരണം ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ VIP ദർശനമില്ല. അതായത് പ്രത്യേക രീതിയിൽ ആളുകളെത്തി VIP ദർശനമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്യൂ നീളാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ക്യൂ നീണ്ടിട്ടുണ്ട്. പക്ഷേ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തേക്ക് അധികം തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 40,000-ഓളം പേർക്കാണ് ഏകാദശി ഊട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 9 മണിയോടുകൂടി ഊട്ട് ആരംഭിക്കും. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് വലിയ തിരക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ക്യൂ നീണ്ടുകൊണ്ടേ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഏകാദശികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശ്വാസപരമായും മറ്റു രീതിയിലും നാളെ പുലർച്ചെ വരെ ഭക്തരുടെ ഒഴുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അരുൺകുമാർ. ഓക്കെ ജെയ്സൺ, ആ ദൃശ്യങ്ങൾ കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഇനി ഏകാദശി തൊഴാൻ കഴിയാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഭക്തജനങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണൂ. തൽക്കാലം ഇക്കുറി നിങ്ങൾ വീട്ടിലിരുന്ന് ആഘോഷിക്കാനാണ് തീരുമാനമെങ്കിൽ ഏകാദശി വ്രതമൊക്കെ എടുത്ത് ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് നാളെ ദ്വാദശി നാളിൽ കണ്ണൻ്റെ പ്രസാദം കഴിച്ചാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് എന്നാണ് പ്രേക്ഷകർക്ക് കാണാം. വലിയ തിരക്ക് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്. ഇന്നലെ രാത്രി നടയടച്ചിട്ടില്ല. ഇന്ന് രാത്രിയിലും നടയടക്കില്ല. നാളെ ദ്വാദശിയിൽ രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും നടയടയ്ക്കുക. ഇന്ന് അരിഭക്ഷണം കഴിക്കില്ല. അവിടെ എത്തുന്നവരിൽ പലരും ഉപവാസത്തിലായിരിക്കും. ആ ഉപവാസത്തോടു കൂടി അവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് കാണുക. ഏറെ ആശ്വാസകരമായ കാര്യം VIP ദർശനം ഉണ്ടാവില്ല ഇന്ന് ഉച്ചവരെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രങ്ങളിലെല്ലാം VIP ദർശനം എന്ന് പറയുന്ന പരിപാടി എടുത്തു കളയേണ്ട സമയമായി. ചില സാഹചര്യങ്ങളിൽ ഇത് വേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാൽ പോലും ഭക്തരുടെ മുന്നിൽ, ദൈവത്തിന് മുന്നിൽ, കണ്ണന് മുന്നിൽ, അയ്യന് മുന്നിൽ എന്തു VIP? നമ്മളെല്ലാ ഭക്തനും കണ്ണനും അയ്യനും ഒക്കെ VIP ആയിരിക്കുമല്ലോ അല്ലേ? അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രിവിലേജുകളുടെ ലംഘനമില്ലാതെ ഇപ്പോഴും നിർഭയമായ ആളുകൾക്ക് പോയി തൊഴാൻ കഴിയുന്ന ഇടങ്ങളായി മാറുന്നത്. അപ്പോൾ അത്ര ഇടങ്ങളിലെങ്കിലും VIPകൾ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഭക്തന്മാരും
ദൈവത്തിന് മുന്നിൽ തുല്യരാണ്.